ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോ എന്നോട് ഈ പിള്ളേരെല്ലാം പറഞ്ഞു, ചേട്ടാ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ചേട്ടൻ. അമ്മ നിങ്ങളെ പറ്റി ഇങ്ങനെയാണ് ഈ പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കില്ലേ? എന്താണ് ഇങ്ങനെ? നല്ല മനുഷ്യനാണ് കേട്ടോ. എന്റെ നാട്ടുകാരിയാണ്, തൊടുപുഴക്കാരിയാണ്. അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. പണ്ട് നമ്മൾ അച്ഛനെയൊക്കെ പേടിച്ച് വീട്ടിൽ കയറാതെ ഒളിച്ചു നിന്നിരുന്ന ഒരു കാലത്തുനിന്ന് ഇന്ന് മക്കളെ പേടിച്ച് ഈ മകൻ ഉറങ്ങിയതിനു ശേഷം എനിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവന്റെ ഇന്ന് കീറ് മേടിക്കുമെന്ന്. നമ്മുടെയൊക്കെ കാലത്തെ പ്രണയത്തില് മാംസ നിബദ്ധമല്ല, എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ശരീരത്തിലൊന്നും സ്പർശിച്ചിട്ട് പോലും ഇല്ല. ആഗ്രഹിച്ചല്ലോ ഒരു അമ്പലത്തിനടുത്ത് വന്ന് റൂം എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട, നീ വെയിറ്റ് ചെയ്യും, എനിക്ക് ജോലി കിട്ടട്ടെ എന്ന് പറയാനുള്ള ആർജവം ഈ പെൺകുട്ടികൾ കാണിക്കണം. ഇവൻ ഈ ഡ്രഗ് എന്തോ അടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ട് അവളെ ഇറക്കി വിടാൻ പറയുന്നു. പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മോളൊരു കാര്യം ചെയ്യും, നല്ലോണം പഠിക്കണം, വേറൊരാളെ കല്യാണം കഴിക്കണം. ഈ കുട്ടി പറയാ മരണത്തിന് ഉത്തരവാദിത്വം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാട്ടോ പറഞ്ഞു, അങ്ങനെ പോകില്ല. പ്രിൻസിപ്പൾ പിടിക്കും. അതുകൊണ്ട് നമസ്കാരം. പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് 5 അതിഥികളാണ്. 5 അതിഥികൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തുടങ്ങാം. ഹരിച്ചേട്ടാ, ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഫുഡ് കിട്ടാൻ അല്പം താമസിച്ചു. അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാനുള്ള യോഗം നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇന്ന് വൈകിട്ട് 2 പ്രസ് മീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിൽ നിങ്ങൾ മറ്റാരും ഏർപ്പാട് ചെയ്ത് മൊത്തം ഞാൻ കേട്ടതായിട്ട്. ഒത്തിരി സന്തോഷം. നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ നമ്മളിരിക്കുന്നത്. സിനിമയുടെ പേര് തെറ്റുകൂടാതെ 5 പ്രാവശ്യം പറയണം. ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ സ്പീഡ് പോരാ, സ്പീഡ് പറയണം. സ്പീഡ്. ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ എ സോൾജിയർ, ക്ലാസ് ബൈ എ സോൾജിയർ. മെഡിക്കി. Class by soldier, class by soldier, class by soldier, class by soldier, class by soldier. Class by soldier, class by soldier, class by soldier, class by soldier, class by soldier. ടീച്ചർ ശരിയാണോ പറഞ്ഞ? Class by soldier. ടീച്ചറിന്റെ അടുത്താണ് ചോദിക്കണം. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കണമല്ലോ. അപ്പൊ എല്ലാ കഥാപാത്രത്തിലേക്ക് വന്നു പോകാനും പറ്റുമല്ലോ എനിക്ക്, അല്ലെ? പക്ഷെ നമുക്ക് ഈ സിനിമ വിശേഷമായ ഏറ്റവും മുതിർന്ന ആളിൽ നിന്ന് തുടങ്ങാം, അല്ലെ? ഹരിച്ചേട്ടനിൽ നിന്ന് തുടങ്ങുന്നില്ല ഏറ്റവും നല്ലത്. ഞങ്ങൾ ഇങ്ങനെ പാതോറാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഒന്ന് ചിന്മയി നായർ, ഒരു +1 വിദ്യാർത്ഥിനിയാണ് ഈ സിനിമയുടെ സംവിധായിക. അന്ന് +1 ആയിരുന്നു, ഇന്ന് +2 അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ അനിൽ രാജ്, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന കഥാകൃത്തൊക്കെയാണ്, സംവിധായകനാണ്. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്. അങ്ങനെ ഈ 2 കുട്ടികളുടെ അച്ഛനായി കുട്ടികളെ വളരെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ മക്കളുമായിട്ട് ഭയങ്കര സൗഹൃദമാണ്, ഭയങ്കര രസകരമായ ഒരു ജീവിതമാണ്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ഈ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ ഞാൻ ഇമേജ് നോക്കാതെ ഈ ചെറിയ പ്രായത്തിൽ 2 കുട്ടികളുടെ അച്ഛനായി അഭിനയിച്ച് എനിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പിള്ളേരുടെ ട്രോളും അങ്ങനത്തെ ഒരു ലൈഫാണ്. അപ്പൊ അങ്ങനെ ഒരു അച്ഛനെ വേണം തോന്നിയപ്പോഴാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എല്ലാവരും സിനിമയിലൂടെ കയറിയേക്കാം എന്ന് കരുതിയാണ് സിനിമയിലെത്തിയത്. ഈ സിനിമ അഭിനയം ഈ സിനിമയല്ല ഇപ്പം, ഇതിനുശേഷം പിന്നീട് തുടർന്ന് സിനിമകൾ വന്നു. ഞാൻ നമ്മുടെ തങ്കമണിയില് പിന്നെ നമ്മുടെ വിഷ്ണു മോഹൻ മേപ്പടിയൻ ഡയറക്ടർ, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടി അദ്ദേഹത്തിന്റെ ബിജു മേനോൻ, മേതിൽ ദേവിക ആ സിനിമയില് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ. എല്ലാം കൂടെ എങ്ങനെ സമയം കണ്ടെത്തും? ഇവിടെയൊക്കെ പോകുമ്പോ രാവിലെ അവർ ചോദിക്കും ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടാവും ചോദിക്കും. ഞാൻ പക്ഷെ അങ്ങനെ നമ്മള് ഈ വഴി വെച്ച് ചോദിക്കാതെ കണ്ടു. ഞാൻ പണ്ടൊരു കോമഡി പറഞ്ഞു, നടന്ന സംഭവം പറയാം. അതായത് സൂര്യ ടി വിയിൽ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വെളുപ്പിന് എന്തായാലും വണ്ടി ഓടിച്ച് കൊച്ചിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പെട്ടെന്ന് ഈ വേദന അറിയാലോ, എനിക്കൊന്നും മറ്റേ കിഡ്നി സ്റ്റോണിന്റെ വേദനയാണ്. എന്നിട്ട് ഞാൻ സഹിക്കാൻ വയ്യാതെ എന്ന് ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ കാഷ്വാലിറ്റിയിലോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ പ്രഷർ അപ്പാരറ്റസ് ആയിട്ട് വന്നു. എന്നിട്ട് അവരിങ്ങനെ പ്രഷർ അപ്പാരറ്റസ് കൈ ചുറ്റിയിട്ട് എന്റെ മുഖത്തോട് നോക്കിയിട്ട് ഹരി പത്മനാഭനല്ലേ? ഞാൻ പറഞ്ഞു അയ്യോ അതെ 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 അതെ. ഇപ്പൊ ചോദ്യം നാളെ എങ്ങനെ ഉണ്ടോ എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഞാൻ മരിക്കോ ജീവിക്കോ എന്നറിയത്തില്ല. കാണുമ്പോ എല്ലാവർക്കും ഈ തങ്കമണിയുടെ സമയത്തുണ്ടായ സംഭവം എന്ന് വെച്ചാൽ മറ്റെല്ലാവരുടെയും കൂടെ സെൽഫി എടുക്കണം എന്നാണ് ആഗ്രഹം. എന്നെ കണ്ട അവിടെ നാളെ ചോദിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. ആളുകളൊക്കെ വന്നപ്പോഴേ ചോദിച്ചത്. അതെ അതെ അതെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്, അല്ലെ? അത് ഇത്രയും നാളുകളായിട്ട് നമ്മൾ മിനി സ്ക്രീനിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നവരാണ്. അതെ, നിങ്ങൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വേറൊരു നിലയിലേക്കാണ് ആവുകയാണ്. പറഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിൽ പോയ ചരിത്രം പറഞ്ഞു. ഈ ഷൂട്ടിംഗ് നിന്ന് ഇടവേള സമയത്ത് ഇങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവൂലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വരുമ്പം പക്ഷെ ഞാൻ വളരെ രസകരമായി അവരോട് കാര്യങ്ങൾ പറയുകയും നമുക്ക് ഇതിന്റെ ഒരു രീതിയുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ജ്യോതിഷം നോക്കാൻ പറ്റില്ല. പക്ഷെ വരുന്ന ആള് ഇപ്പൊ എന്നെ കാണാൻ വരുന്ന അല്ലെ എന്നോട് ചോദ്യം ചോദിക്കുന്ന ആള് സാലറി കൂട്ടി കിട്ടിയെന്ന് പറയാൻ വരില്ല.
ലോട്ടറി അടിച്ചെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ടെൻഷനാണ്, അവർക്ക് റിലാക്സേഷൻ കൊടുക്കുക. അതിപ്പോ ഇവിടെ ജ്യോതിഷം വേണമെന്നും ഇല്ലല്ലോ, ഇപ്പൊ സമാധാനമായിട്ട് സംസാരിച്ചാലും മതിയല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോ എന്നോട് ഈ പിള്ളേരെല്ലാം പറഞ്ഞു, ചേട്ടാ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ചേട്ടൻ എല്ലാവരും പോളി കൊല്ലുന്ന ആളാണ്, ചേട്ടൻ ഞങ്ങളെ സംരക്ഷിച്ചോ. ഞാൻ പറഞ്ഞു നിങ്ങൾ വിട്ടായിട്ട് ഞാൻ ഡീൽ ചെയ്യണം. അവർക്കൊരു സ്വസ്ഥതയായി. അന്നാ നിങ്ങളെ പറ്റി ഇങ്ങനെയാണ് ഈ പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ? നല്ല മനുഷ്യനാണ് കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇത് നമുക്കുള്ള അടുത്ത ട്രോളിനുള്ള പണി തന്നിട്ടുണ്ടെന്ന് അല്ല ഈ മനസ്സിലായി. പിള്ളേരോട് പറയാം, അല്ലേ? അയ്യോ അങ്ങളെ രക്ഷിക്കണം, ആ ചേട്ടൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, എല്ലാരും ഇരുത്തി പൊരിക്കുന്ന ആളാണെന്നൊക്കെ. ഞാൻ അത് സമാധാനപ്പെടും, ഞാനില്ലേ ഞാൻ നോക്കിക്കോളാം. അതാണ് ഞാൻ ഇവിടെ അരിച്ചേട്ടനും ടീച്ചറിനെ കൊണ്ട് ഇരുത്തിയത്. പിള്ളേർ മാത്രം ഇരുന്ന് പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് തുറന്ന് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിന് പേടി അങ്ങോട്ട് മാറ്റുക, രസകരമായിട്ട് പോകണം. അപ്പോഴാണ് നമുക്കൊരു മൂഡ് കിട്ടുള്ളൂ അല്ലെ. ഇനി ടീച്ചറിന്റെ അടുത്തേക്കാ പോകേണ്ടത്. ടീച്ചറെ, ഈ ടീച്ചർ എന്ന് ഞാൻ വിളിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രമായിട്ട് വിളിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ടീച്ചറായിട്ടല്ലേ ഈ സിനിമയില് ഒരു സ്കൂൾ ക്യാമ്പസിൽ നടക്കുന്ന സ്റ്റോറി അല്ലെ. ജീവിതത്തിൽ എങ്ങനെയാണ്? ജീവിതത്തിൽ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, MSc ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? കോയമ്പത്തൂർ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ത്രൂ ഓഡിഷൻ വഴി തന്നെയാണ്. ഇതിനു മുമ്പ് അഭിനയിച്ചോ? ഇതിനു മുന്നേ അഭിനയിച്ചു. ഏത് സിനിമയായിരുന്നു? ഞാൻ ഫസ്റ്റ് മൂവി എന്റെ ലളിതം സുന്ദരമാണ്, മഞ്ജു വാര്യർ മാമിന്റെ. പിന്നെ പ്രാവ്, ചാൾസ് എന്റർപ്രൈസസ്. ലളിതം സുന്ദരം പ്രാവിലും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ 3 സിനിമ കഴിഞ്ഞു. 3 സിനിമ കഴിഞ്ഞു. 4ാമത്തെ സിനിമയാണിത് അല്ലെ. ഈ സിനിമ എന്നൊരു വലിയ മോഹമായിരുന്നോ പഠിക്കുന്ന കാലത്തിൽ? അല്ല, 3 സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഓഡീഷനിൽ വരുന്നോണ്ട് ഞാൻ ചോദിച്ചാണ്. അല്ല, ഞാൻ ഒരു സ്പോർട്സിലാണ് ഞാൻ കൂടുതലും ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം അവിടുന്ന് ആണ് ഒരു ടേൺ ഓവർ മൂവിയിലോട്ട് ഞാൻ വരാൻ കാരണം. ഫസ്റ്റത്തെ ആദ്യത്തെ സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് അങ്ങനെ തോന്നിയില്ല, ഒരു സൈഡ് ജോബ് ഇഷ്ടം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അഭിനയിക്കണം ഒരു. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളുണ്ട്, നമ്മുടെ കോളേജ് കാലഘട്ടങ്ങളുണ്ട്. ഈ സബ്ജക്റ്റിൽ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാ. അപ്പൊ നമുക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളെ ജീവിതങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ പറഞ്ഞു വെക്കുന്ന കഥയും അങ്ങനെയാണെന്നാണ് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററോടൊക്കെ ചോദിച്ചപ്പോൾ ടച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നീട് അവരുടെ ജീവിതം ടീനേജ് മുതലുള്ള ഒരു കഥകൾ പറഞ്ഞു പോകുന്നതാണ്. ടീച്ചറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ടീച്ചർ എന്ന ഈ വീണ്ടും പറഞ്ഞ കഥാപാത്രമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ടീച്ചറിന്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഈ സിനിമയിൽ ഈ കുട്ടികൾ ചെയ്തു വെച്ചിരുന്ന സംഭവമുണ്ടോ? നമ്മളൊരു പേരന്റ് എന്ന നിലയിൽ കാണുമ്പോൾ എന്താണ് തോന്നിയത് ഫീല്? പേരന്റ് എന്ന് കാണുന്നതിനുപരി ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോഴാട്ടെ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴാട്ടെ സിഗരറ്റും മറ്റും വലിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു റേസിംഗ് വോയിസ് ഒന്നും ഇല്ല. അപ്പൊ ഈ മൂവിയിൽ ആസ് എ ടീച്ചർ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു പറയാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. ലൈക്ക് ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല, അതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു അവയർനെസ് പോലെ. സോ അത് പറയാൻ കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ മൊത്തത്തിൽ സിനിമ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഒരു വിലയിരുത്തൽ? മൊത്തത്തിൽ സിനിമ കണ്ടതിന് ശേഷം വിലയിരുത്താം അല്ലെ. ആയിക്കോട്ടെ, ഇനി പ്രഷറുടെ കയ്യില, നമ്മളെല്ലാം കഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെ. പ്രൊഡ്യൂസറിന്റെ മോളാണ് അല്ലെ. അച്ഛൻ പൈസ ഒക്കെ കുറെ മുടക്കിയിട്ടുണ്ട് ഇല്ലേ? അതിനുള്ള കൊടുത്തിട്ടുണ്ടോ തിരിച്ച്? സിനിമ ഇറങ്ങുന്നവരെ എന്റെ മോളാണ്. ആർക്കും അവകാശമില്ല. എങ്ങനെയാണ് സിനിമ ചെയ്യണം എന്നുള്ളൊരു മോഹം അച്ഛൻ? എന്റെ ഫസ്റ്റ് മൂവി അല്ല, ഞാൻ ഇതിനു മുന്നേ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് പിന്നെ പപ്പ പ്രൊഡ്യൂസ് ചെയ്തപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി. പിന്നെ ഓഡീഷൻ വഴി നോക്കി, പിന്നെ എനിക്കൊരു ക്യാരക്ടർ തന്നു, അങ്ങനെ കയറി. അല്ലെ. എന്താണ് ഈ ക്യാരക്ടറിന്റെ പേര്? നിമിഷ. ഇതാണ് സിനിമയിലെ അച്ഛൻ. അല്ലേ? അച്ഛാ അല്ലെ. പക്ഷെ നമുക്ക് ഏറ്റവും അഭിമാനം നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി ഡയറക്ട് ചെയ്തു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നത്. +1 പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത എക്സ്പീരിയൻസ്. ഞാൻ ഇന്ന് രാവിലെ ഇന്റർവ്യൂ കുട്ടി പറഞ്ഞത്, ഞാൻ ഇനി ചെയ്യുമെങ്കിൽ സിനിമ എന്ന് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടിക്ക് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി, അച്ഛനെ കിട്ടി. അത് മോക്കടെ അച്ഛനാണെങ്കിൽ അല്ലേട്ടനാണെങ്കിലും നല്ലൊരു സംവിധായകനാണ്. അങ്ങനെ എല്ലാം ഒത്തുവന്ന ഒരു സിനിമയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അതുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ? നമ്മുടെ സ്കൂൾ ജീവിതം അങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ മിങ്കിൾ ചെയ്യുന്നതും, പിന്നെ മൊത്തത്തിൽ രസമായിരുന്നു. സെറ്റ് മൊത്തം പിള്ളേരാ. പിന്നെ SMVയിലെ സ്കൂളിന്റെ പേര് SRV സ്കൂളിലെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഭയങ്കര രസമുള്ള പിള്ളേരൊക്കെ ആയിരുന്നു. അപ്പൊ അവരായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനും നമ്മൾ ആ സ്കൂളിന്റെ വൈബ് തന്നെയായിരുന്നു. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അച്ഛൻ പൈസ മുടക്കുന്നു, മോൾ അഭിനയിക്കുന്നു. ആ രീതിക്കല്ല നമ്മൾ ഒരു കലാകാരി എന്ന നിലയിൽ അഭിനയിക്കുന്നു അല്ല, ആ രീതിക്കാണ് കാണേണ്ടതെന്നാ പറഞ്ഞത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അച്ഛൻ പൈസ മുടക്കി മോളെ അഭിനയിപ്പിച്ചു അല്ല ഈ സിനിമയ്ക്കുള്ളത്. നമ്മളൊരു കലാകാരിയെ നമുക്ക് സിനിമയുള്ള ഒരു മോഹം, അതുകൊണ്ട് നമ്മൾ ഈ സിനിമ ഓഡീഷൻ വഴി വന്നു. ഇഷ്ടമാണ്. അവിടെ റെക്കമെൻഡേഷൻ ഒന്നും അല്ല. അല്ല, ഇഷ്ടമാണ്, അഭിനയിക്കുന്ന ഇഷ്ടമാണ്. ഇതിനു മുമ്പ് അഭിനയിച്ചു, ഇനി തുടർന്നും ഒരു സിനിമ അഭിനയത്തിലേക്ക് തന്നെ അല്ലേ പോകുന്നത്? ഇഷ്ടമാണ്, ചാൻസ് കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്?
ഇപ്പം +2 പഠിക്കുന്നു. +2 ആണ്. അപ്പൊ നിങ്ങളെല്ലാം ഒരേ പ്രായത്തിലുള്ളവരാണോ? നിങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഒരേ പ്രായം. ഹരിചേട്ടൻ പറഞ്ഞ ഞാനും അങ്ങനെയായിരുന്നു ചിന്തിച്ചു എന്ന് മനസ്സിലായി. ഹരിചേട്ടൻ ഭയങ്കര കൂളായിരുന്നു സെറ്റിലൊക്കെ, ഭയങ്കര വൈബായിരുന്നു. വൈബായിരുന്നു അല്ലേ? ഒരു രസകരമായിരുന്നു അല്ലേ? അതെ അതെ അതെ. മോള് എവിടെയാണ് പഠിക്കുന്നത് ഇപ്പൊ? ഞാൻ SMV പൂഞ്ഞാറിലാണ് പഠിക്കുന്നത്. ആദ്യമായിട്ടാണോ ഈ സിനിമ അഭിനയം? അതെ, എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യത്തെ എക്സ്പീരിയൻസ് ആകുമ്പോ അത്രയും എനിക്ക് ഒരു നല്ലൊരു ഇത് തന്നെയായിരുന്നു. കാരണം എന്റെ പ്രായത്തിലുള്ളവരോട് തന്നെ എനിക്ക് ആദ്യത്തെ മൂവി ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അതൊരു നല്ല. എപ്പോഴും ഇങ്ങനെ കൈ എന്റെ പ്രായത്തിന് ഹരിചേട്ടന് നല്ല സന്തോഷിക്കും. ഹരിചേട്ടൻ സന്തോഷിച്ചോണ്ടിരിക്കുന്ന കൈ കാണിക്കും തോറും. ഈ കുട്ടി മാത്രമല്ല ടീച്ചർ പ്രായമുള്ള അപ്പുറത്തിരുന്നാവോ. അപ്പം ഭയങ്കര സെറ്റിലാണെങ്കിൽ പോലും ഒരേ പ്രായക്കാരായതുകൊണ്ട് നമുക്ക് സ്കൂളിന്റെ ആ ഒരു വൈബ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ, നമ്മളൊരു ഓഡീഷനിൽ പോയി ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? നമ്മൾ ആദ്യം ക്യാമറയ്ക്ക് ഫേസ് ചെയ്യണം അല്ലേ? ആദ്യം ഒരു മൂവി ക്യാമറയ്ക്ക് ഫേസ് ചെയ്യണം അല്ലേ? നമ്മുടെ അതേ പ്രായമുള്ള ഒരു സംവിധായികയാണ്. അതെങ്ങനെയാണ് ആദ്യം ഡയലോഗ് പറയുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റും? നമുക്കുണ്ട് ഒരു അനുഭവം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ പേരൻസിനോട് കയറിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു കയറണ്ട. എന്തിന്? കാണാൻ വേണ്ടി. കാണാൻ അവിടെ തന്നെ അഭിനയിക്കാൻ കൂടെ അകത്തേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം അവരെയും കൂടി കണ്ടുകഴിയുമ്പോ എന്തെങ്കിലും ഒരു ഇത് വന്നാലെന്ന്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ഓഡീഷൻ ആയിരുന്നു അത്. അപ്പം എല്ലാം കണ്ട് നല്ല ടെൻഷനോടെ തന്നെ കയറിയത്. ഒരു അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഭാവങ്ങൾ വേണം, മുഖഭാവങ്ങൾ വേണം അല്ലെ? എല്ലാ ഡയലോഗ് പറയുമ്പോൾ കറക്റ്റ് തെറ്റരുത്. നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ കൂടെയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും. അങ്ങനെ ഭയപ്പെട്ട ഒരു മുഹൂർത്തം ഏതായിരിക്കും ഷൂട്ടിംഗ് സമയത്ത്? അതോ ഉള്ളൂ? വിജയങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അതില് എന്താ ഇങ്ങനെ എല്ലാവരും അടുത്തടുത്ത ഡയലോഗ് ആയിരുന്നു. അപ്പം തെറ്റിക്കുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എവിടേക്കോ അതൊക്കെ തെറ്റി എണ്ണം പറ്റില്ല. അതങ്ങനെ ഉണ്ടാവും, ആർക്കും ഉണ്ടാവുന്ന ഒരു ഇതല്ലേ. എന്റെ നാട്ടുകാരിയാണ്, തൊടുപുഴക്കാരിയാണ്. അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. ശരി, നമ്മള് തൊടുപുഴ അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു അബദ്ധം കൂടെ പറ്റുന്നത്. തൊടുപുഴക്കാരിയാണ്, എന്റെ DOPയുടെ മോളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയൂ, കഥകളൊന്ന് കേക്കട്ടെ. പപ്പയുടെ ഇന്ത്യയും ഫസ്റ്റ് ഫിലിമാണ്. അപ്പൊ പപ്പേന്റെ മറ്റേ നമ്മുടെ ഡയറക്ടറിന്റെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതില് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ചിമ്മുവും ഞാനും പണ്ടോട്ട് എനിക്ക് അവളെ അറിയാം, ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് സിനിമ ചെയ്യുന്ന പറയുമ്പോ ഞങ്ങളുടെ ഐ വാസ് ഓൾസോ ഹാപ്പി. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല, വളരെ സന്തോഷം. ആൻഡ് പപ്പ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യായിരുന്നു, ആൻഡ് സ്കൂളും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സോ ഹാപ്പി. ഈ കഥാപാത്രത്തിന്റെ പേരെന്താണ്? അപർണ എന്നാണ്. നിങ്ങളെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിക്കുകയാണോ? നിങ്ങൾ 2 ക്ലാസ്സുകളാണ് പഠിക്കുന്നത് ഈ സിനിമയില്? ഇതിൽ ഏറ്റവും വികൃതി ഉണ്ടായിരുന്ന കുട്ടി ആരാണെന്ന് ടീച്ചറിനോട് വെച്ച് ആര് പറയും? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ല പിള്ളേരായിരുന്നു. ഇവരെല്ലാരും പോയിരുന്നു. പിന്നെ എന്താണ് ഇവരെ കൊണ്ട് കുഴപ്പം സിനിമയില്? ടീച്ചറെ പേടിപ്പിക്കുന്നത് എന്തിനാണ് ടീച്ചറ്? എല്ലാവരും നല്ല ഒരു എക്സ്പീരിയൻസ് സിനിമയിലേക്ക് പോയി വിജയ് യേശുദാസാണ് അല്ലെ? അതിനകത്ത് മെയിനായിട്ട് വിജയ് യേശുദാസാണ് അതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ മീനാക്ഷി, ഒരു കുറെ സിനിമകൾ ചെയ്ത മീനാക്ഷി ഉണ്ട്. ഇവരോടൊപ്പമൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയായിട്ടുള്ള കോമ്പിനേഷൻ ടീച്ചറിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക്. അതൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് ഓർത്തിട്ട്? ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഫസ്റ്റ് കാണുമ്പോഴത്തേക്കും എന്നെക്കാട്ട് സീനിയർ ആണ്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒറ്റ ദിവസത്തേക്ക് കണ്ട ഒരു അരമണിക്കൂർ പിന്നെ പുള്ളി കൂളായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. പിന്നെ അതും ഇല്ല, പിന്നെ കോമ്പിനേഷൻ സീൻ എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ പോയല്ലേ? ഹരിചേട്ടൻ ഈ പറഞ്ഞത് നമുക്ക് കുട്ടികൾക്കുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ സിനിമ. ഇതൊരു സമൂഹത്തിൽ വേണ്ട ഒരു മെസ്സേജും കൂടെ കൊടുക്കുന്ന സിനിമയാണെന്നുള്ള കാര്യത്തിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഹരിചേട്ടനെ സംബന്ധിച്ച്, ഹരിചേട്ടനൊക്കെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മിനിസ്ക്രിൽ വന്ന് നമ്മൾ ഒത്തിരി ഉപദേശങ്ങൾ നമ്മളെ നാളുകൾ നോക്കി പറയുന്ന ഒരു വ്യക്തി. ഇത്തരം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വേജാറുണ്ടല്ലോ, ഈ സിനിമകൾ സ്വീകരിക്കപ്പെടും, ഇത്രയും പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് ആ ഒരു വേജാറ്. പക്ഷെ ഇത് സ്വീകരിക്കപ്പെടേണ്ട ഒരു പടമാണ്. കാരണം ഞാൻ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു ദിവസം ഒരു 30ഓളം കുടുംബത്തിന്റെ കഥ കേൾക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ പലപ്പോഴും അവർ വരുമ്പോൾ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ പോലെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാം തുറന്ന് സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊക്കെ വേദന തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ താങ്കളും അച്ഛനാണ്, ഞാനും അച്ഛനാണ്. അച്ഛനും അമ്മയും കുട്ടികളെ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ്.
പണ്ട് എന്റെ പത്തനാപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഒരു ദിവസം രാത്രി 11 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു കടയുടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നു, കടയുടെ കെട്ടിയ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ തുളസി പോയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറയുന്നില്ല, കാരണം ഒരു കൽപ്പണിക്കാരനാണ്. അപ്പൊ വീണ്ടും ചോദിച്ചു എന്ത് പറ്റിയേട്ടാ? ഇല്ല ഒന്നുമില്ല, പൊക്കോ എന്ന് പറയുന്നു. അല്ല എന്താ കാര്യം, നിങ്ങൾ എന്താ ഇങ്ങനെ വീട്ടിൽ പോകാതിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, നേരത്തെ വീട്ടിൽ ചെന്നാല് ചെറുക്കം വന്നിട്ടുണ്ട്, അവൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് അവന്റെ കയ്യിൽ നിന്ന് കീറ് മേടിക്കുന്നു. എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ അച്ഛനെയൊക്കെ പേടിച്ച് വീട്ടിൽ കയറാതെ ഒളിച്ചു നിന്നിരുന്ന ഒരു കാലത്തുനിന്ന് ഇന്ന് മക്കളെ പേടിച്ച് അച്ഛൻ കൽപ്പണിക്ക് പോയിട്ട് ഇവന് മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കാൻ പൈസ കൊടുക്കുന്ന അച്ഛൻ, ഇവന് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന അച്ഛൻ, ഇവന് വണ്ടി മേടിച്ചു കൊടുക്കുന്ന അച്ഛൻ, അതിന്റെ CC അടയ്ക്കുന്ന അച്ഛൻ, രാവിലെ ഇറങ്ങിപ്പോയി കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഈ മകൻ ഉറങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കീറ് മേടിക്കുമെന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ കേൾക്കുന്ന ഒരുപാട് കഥകളിൽ നടന്ന സംഭവങ്ങളിൽ ഈ മക്കൾ ഉപദ്രവിക്കുന്ന, അതായത് കായികമായി അടിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഒരുപക്ഷെ അവർ ബോധം വെച്ചിട്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള വല്ലാത്ത മാഫിയകളുടെ പിടിയിൽ പെട്ടിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഈ സിനിമ പാസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു നമ്മുടെയൊക്കെ ഒരു കാലത്ത് പ്രണയം ഉണ്ടായിരുന്നു, അന്ന് കത്തടപാടുകൾ നടത്തുന്ന പ്രണയം, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു സംവിധായകൻ ചെയ്താൽ ഇന്നത്തെ കുട്ടികളുടെ ഒരു വൈബ് കാണില്ല. പക്ഷെ ചിന്മയി ഇന്ന് ചെയ്യുമ്പോൾ അവർ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ഇന്ന് ഈ സിനിമയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പൊ അത് പേരൻസിന് എന്താണ് സ്കൂളുകളിൽ നടക്കുന്നത്, അവിടുത്തെ പ്രണയം, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതികൾ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കും. ഒരു നല്ല മെസ്സേജ് തന്നെയാണ്. ശരിക്കും പേരൻസ് കുട്ടികളൊക്കെ പോയി കാണേണ്ടുന്ന ഒരു പടമാണ്. അങ്ങനെയാണ് എനിക്ക് ഈ പടത്തെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഈ പറഞ്ഞു വെച്ചാൽ പ്രണയം, അന്നത്തെ പ്രണയം ഇന്നത്തെ പ്രണയം എന്നുള്ളത്, ഇത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈലിന് അഡിക്റ്റ് ആണ് അല്ലെ? മൊബൈലിന് അഡിക്റ്റ് ആണ് സ്കൂൾ കുട്ടികൾ എല്ലാവരും. ഇപ്പം കോവിഡ് വന്ന ശേഷം മൊബൈൽ ക്ലാസ്സും കൂടെ ആയപ്പോൾ എല്ലാവർക്കും മൊബൈൽ വേണ്ട ഇതാണ്. അത് ഭയപ്പെടുന്ന പേരൻസ് ഇല്ല ഇപ്പോഴും? ഭയപ്പെടുക എന്നല്ല, റിയാലിറ്റിയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഈ കൊച്ചു പിള്ളേരൊക്കെ നാളെ നോക്കാൻ വരുന്നേ, പൊരുത്തം, അവനുമായിട്ട് പ്രേമാണ്, ഇതിൽ എന്തൊക്കെ വിശ്വാസം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കുറെ നാൾ മുമ്പ് വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ നാളൊക്കെ നോക്കി ഒരു പയ്യനുമായിട്ട് എന്തോ പ്രേമാണ്. സംഭവം എന്താ വെച്ചാൽ ആ പയ്യൻ വേറൊരു കുട്ടിയുമായി പ്രേമമാണെന്ന് ഇവൾക്കൊരു സംശയം. ഏതോ ഒരു മന്ത്രവാദിയെ പോയി കണ്ടപ്പോ അയാൾ പറഞ്ഞേ ഒരു 5000 രൂപ തന്നാൽ മതി അവളുടെ കാര്യം റെഡിയാക്കാന്ന്. അപ്പൊ ഇച്ചിരി കുറച്ച് പൈസയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത്രയും പൈസ ഇല്ല, +2 പഠിക്കുന്ന കുട്ടിയാണ് എന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ കൊട്ടേഷൻ സംഘമൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ പ്രണയത്തിന് വേണ്ടി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചു പോകുന്ന ഒരു കാലമുണ്ട്. നമ്മുടെയൊക്കെ കാലത്തെ പ്രണയത്തില് മാംസനിബദ്ധമല്ല. എന്ന് വെച്ചാൽ നമ്മള് അവരുടെ ശരീരത്തിൽ, ഒരുപക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ ശരീരത്തിൽ ഒന്നും സ്പർശിച്ചിട്ട് പോലും ഇല്ല. ആഗ്രഹിച്ചു, പക്ഷെ നമുക്ക് പേടിയാ. അന്ന് സമൂഹത്തെ പേടിയാണ്, ഇത് തൊടാൻ പോലും പേടിയാ. ഇന്ന് നേരെ അങ്ങനെയല്ല വരുന്നത്. ഈ പെൺകുട്ടികൾ ഭയങ്കര അപകടത്തിലാണ് പോയിപ്പെടുന്നത്. കാരണം ഈ പെൺകുട്ടികൾ എപ്പോഴും ഇമോഷനിൽ വീഴുന്ന ആളുകളാണ്. അവരെ നിനക്കിപ്പോ എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? പണ്ട് ഒരു കുട്ടി എനിക്കൊരു കത്തയച്ചാൽ ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഒരു പ്രേമമുണ്ടായി, നീറ്റ് എക്സാം എഴുതിയിട്ട് ആ കുട്ടി അതിൽ വലിയ നല്ല രീതിയിൽ വിജയിച്ചു. അപ്പൊ ഏതോ ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിൽക്കുന്ന പയ്യനായിട്ട് പ്രേമമായിരുന്നു. അപ്പൊ ഉടനെ ഇവന് മനസ്സിലായി ഈ കുട്ടി എന്തായാലും മെഡിസിന് പോയാൽ എനിക്ക് എടുത്തത്. അപ്പൊ കൂട്ടുകാർ മിസ്ഗൈഡ് ചെയ്തതാണ്. ഇവനുടനെ ഈ കുട്ടി എടുത്ത് പറഞ്ഞു, നിനക്ക് ഇനി എന്നെ വേണ്ടല്ലോ, ഞാൻ ഇവിടെ ചതഞ്ഞരഞ്ഞ് കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, അവര് ഈ ഇമോഷണലി വീഴും. ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവൻ കള്ളുകൂടിയൊക്കെ തുടങ്ങിയിട്ട് ഇവൻ മരിച്ചുപോയി. ഇപ്പൊ ഒരു കുഞ്ഞുമായി ഇവൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവൾ ആരാകേണ്ട കുട്ടിയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരസ്യമായിട്ട് പറഞ്ഞാൽ പലരും വിശ്വസിക്കാത്ത പല സംഭവങ്ങളും കേൾക്കുന്ന ഒരാളാണ്. ഒരു പെൺകുട്ടി പ്രേമിച്ചപ്പോ ആ പയ്യന്റെ പേര് എന്തോ വെച്ചിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ഇവൻ കൊണ്ട് എഴുതി കൊടുത്താണ്. ഇവൻ പ്രേമം കളഞ്ഞിട്ടോ ഇനി ഈ കുട്ടി ഇത് മായ്ക്കാൻ പറ്റുന്ന സാധനമല്ല, ഈ കുട്ടി എങ്ങനെ മറ്റൊരു കല്യാണം കഴിക്കും? അപ്പൊ ഇതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ പ്രണയിക്കുന്നത് ഒരു തെറ്റേ അല്ല. അത് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചെയ്ത ദ്രോഹം, ഞാൻ പ്രേമിച്ചിട്ടുള്ള ആളാ. പക്ഷേ നമ്മൾ പ്രണയത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ, ഇപ്പോഴത്തെ പഠനം, അതൊന്നും മാറ്റി വെക്കരുത്. നീ ഒന്ന് വാ, നമുക്ക് ശാന്തി മുഹൂർത്തം ഉണ്ട്. പണ്ട് എനിക്ക് കോള് വന്ന ശാന്തി മുഹൂർത്തം ഉണ്ട്, ഒരു പെൺകുട്ടി ശാന്തി മുഹൂർത്തം ഉണ്ട്, പെട്ടെന്ന് ഒരു അമ്പലത്തിനടുത്ത് വന്ന് റൂം എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട, നീ വെയിറ്റ് ചെയ്യ്, എനിക്ക് ജോലി കിട്ടട്ടെ എന്ന് പറയാനുള്ള ആർജവം ഈ പെൺകുട്ടികൾ കാണിക്കണം. പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് കാണുന്നുണ്ട്, എന്നിട്ട് സൂയിസൈഡ് ചെയ്യും. എന്നെയൊക്കെ വിളിച്ച് ഡെയിലി കരയുന്നവരുണ്ട് പെൺകുട്ടികൾ. ചേട്ടാ അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അതിന് ജാതകത്തെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പ്രേമിച്ചിട്ട് പൊരുത്തം ചേരത്തില്ല, മരിച്ചു പോകുന്നു പറഞ്ഞതൊക്കെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പൊരുത്തം നോക്കിയിട്ടേ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ അവൻ പ്രേമിച്ചേ? അതല്ല. പക്ഷെ എന്നാലും അവന് വിശ്വാസം. അപ്പൊ ഈ പെൺകുട്ടികൾ ശരിക്കും ഇന്നത്തെ പെൺകുട്ടികൾ ഭയങ്കര പാവാണ്. അവർ ഈ പ്രണയം ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിക്കും. ഒത്തിരി ആൺകുട്ടികൾക്കും പറ്റുന്നുണ്ടോ വേറെ കാര്യം, എന്നാൽ കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് ഡെയിലി ഞാൻ. അപ്പൊ അത്തരം മെസ്സേജുകൾ എല്ലാം ഈ സിനിമയിൽ പറഞ്ഞു. സിനിമയുടെ നമ്മൾ കാണണം, പേരൻസ് ഉൾപ്പെടെ കാണണമെന്ന് പറയാനുള്ള കാരണവും കുട്ടികളും കാണണം. അതായത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചുപോയാൽ
നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരിതമായിരിക്കും. കാരണം പിന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ അവരെ പിന്നീട് ഒരിക്കലും നമുക്ക് അവരെ ഒന്ന് ചേർത്ത് നിർത്താനോ അവരെ അയ്യോ അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞതാണ് അച്ഛാ വെറുതെ പറഞ്ഞതാണ് അമ്മയെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരിക്കലും സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് നാട്ടിൽ ഒരു 2 നില വീട് വെച്ചു. വീട് വെച്ചിട്ട് അദ്ദേഹം അപ്പൊ ഈ ഭാര്യയും മകളും മാത്രമാണ് വീട്ടിൽ. ഇവര് ആള് നാട്ടിൽ വരുമ്പം ബന്ധുക്കളായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തു. ഞങ്ങൾ, എന്റെ ഭർത്താവ്, എന്റെ മകൾ, അങ്ങനെ ഒരു ഇതിലാക്കി. അങ്ങനെ പുള്ളി കുറെ നാൾ കഴിഞ്ഞൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ തിരിച്ചു വന്നപ്പം ഇങ്ങനെ പറഞ്ഞു, ആരോ ഇയാളോട് പറഞ്ഞു കൊടുത്തു മോൾക്ക് ഒരു പ്രേമമുണ്ടെന്ന്. ഇയാൾ പോയി ചോദിച്ചപ്പോൾ കറക്റ്റാ പ്രേമമുണ്ട്. അവൾ സമ്മതിച്ചു. പറഞ്ഞു മോളെ ഇനി സ്കൂളിലൊന്നും പോകണ്ടെന്നൊക്കെ പറയാൻ പുള്ളിക്ക് ആരോടും ഡിസ്കസ് ചെയ്യാനില്ല. അങ്ങനെ ഒരു ദിവസം ഇവൻ ഈ ഡ്രഗ് എന്തോ അടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ട് അവളെ ഇറക്കി വിടാൻ പറയുന്നു. ഇയാള് പിന്നെ പുള്ളി ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ പറയും ഇവിടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഞാനതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും എന്ന് പറയുന്നു. പറഞ്ഞിട്ട് ഈ മനുഷ്യൻ രാത്രി കയറി തൂങ്ങി മരിച്ചു. ആലോചിച്ചു പോകും. എന്നിട്ട് ഒരു കുറെ ദിവസം കഴിയുമ്പോൾ ഈ അമ്മയും മോളും കൂടെ എന്റെ അടുത്ത് വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ എന്തായാലും അച്ഛൻ മരിച്ചത് മരിച്ചു, മോളൊരു കാര്യം ചെയ്യും, നല്ലോണം പഠിക്കണം, ജോലി മേടിച്ചു, വേറൊരാളെ കല്യാണം കഴിക്കണം എന്നപ്പോ ഈ കുട്ടി പറയാ അത് അച്ഛൻ മരിച്ചത് മരിച്ചു, ഞാൻ ആ ചേട്ടനെ കെട്ടത്തുള്ളൂ. മനസ്സിലാക്കുക, സ്വന്തം അച്ഛന്റെ മരണത്തിന് ഉത്തരവാദിയായ ഒരുത്തനെ കെട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു യുവതലമുറ. എന്ത് ഫീലിങ്സ് ആണ് ഇവർക്ക്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ ഞാൻ വേണ്ടിയില്ല. ഞാൻ പറയാം ഒരു കാര്യം, അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എടുക്കാൻ പറഞ്ഞു. അപ്പൊ എടുത്തു. അപ്പൊ അവൻ അമ്മ കരയാൻ പറയും. ഞാൻ കണ്ണു കാണിച്ചു പിന്നെണ്ടാവും. ഞാൻ പറഞ്ഞു മോളെ, ഞാൻ പറഞ്ഞ ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം എടുക്കാൻ പറഞ്ഞു. എടുത്തു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു മോളെ ഇത് ജാതകങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ വൈദവ്യം അർത്ഥനാശം സ്ഥാനഭ്രംശം സുദക്ഷയം നിധനം എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. വൈദവ്യം പോലും സംഭവിക്കാം, മരണം വരാം. അപ്പൊ മോള് പേടിക്കേണ്ട, വേറെ പരിഹാരം ഉണ്ടെന്ന് പറയും. കാരണം ഇല്ല വേറെ അടുത്ത് പോകുന്ന അറിയാം. ഞാൻ പറഞ്ഞ ഒരു മന്ത്രം എഴുതി തരാം, മോൾ ഇത് കൊണ്ടുപോയി 41 ദിവസം ചൊല്ലണം. പക്ഷെ ചൊല്ലുമ്പോൾ മനസ്സ്, വാക്ക്, പ്രവൃത്തിയെല്ലാം ശുദ്ധമായിരിക്കണം, ആഹാരം ശുദ്ധമായിരിക്കണം, നോൺ വെജ് കഴിക്കരുത്. അവനോട് ഇത് ഷെയർ ചെയ്താൽ വലിക്കത്തില്ല. വിശ്വാസികളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാം. അങ്ങനെ ഇത് എഴുതി കൊടുത്ത് ഈ കുട്ടി കൊണ്ട് 41 ദിവസം ചൊല്ലി ഇവനോട് പറഞ്ഞില്ല. 30 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പെണ്ണെ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ആ കുട്ടി വളരെ സന്തോഷത്തിൽ മറ്റൊരു സ്ഥലത്ത് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്. അന്നിപ്പോ ആ മന്ത്രം എന്താ ചോദിക്കത്തില്ല, എനിക്കറിയത്തില്ല, അന്നേരം തോന്നി എന്താ എഴുതി കൊടുത്തത്. അല്ല, ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഡെയിലി ഇത്തരം സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ അതുമായി കണക്ട് ചെയ്യാൻ പറ്റും, ക്ലാസ് IAS ഓൺ ചെയ്യാം. അല്ല, അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ സിനിമയിൽ ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛന്റെ കഥാപാത്രമാണ്, തീർച്ചയായിട്ടും പെൺമക്കളുടെ അച്ഛന്റെ കഥാപാത്രമാണ്. അപ്പം താങ്കളാണ് ഇതിന് കറക്റ്റ് എന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ചെയ്തത്. ഞാനും എന്റെ ആളെന്ന് പറഞ്ഞു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പം എന്റെ മകൾ 13 വയസ്സുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന. അവൾ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിൽ അച്ഛനാണ് അമ്മ, അമ്മയാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ജൂനിയാൻ ചേട്ടൻ നോക്കിയിട്ട് ഒരു എന്താ സംഭവം. അപ്പം അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാനാണ് എന്റെ മകളുമായി ഷെയർ ചെയ്യുന്നത്. പല അച്ഛന്മാരും ചെയ്തില്ല, അമ്മമാര് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ പഠിച്ചിരിക്കും. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു അച്ഛനാണ്. എല്ലാം പിള്ളേരായിട്ട് അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, അങ്ങനത്തെ ഒരു അച്ഛനാണ്. അല്ലേട്ടനൊക്കെ അതറിയാം. അതുകൊണ്ടുകൂടിയാണെന്ന് തോന്നുന്നു എന്നെ ഈ സിനിമയിലേക്ക് തെരഞ്ഞെടുത്തത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അല്ലെ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, നിങ്ങൾ പെൺമക്കളാണ്, അച്ഛൻ, അമ്മ, മറ്റു കൂടപ്പുറപ്പുകൾ, ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഇപ്പൊ പറഞ്ഞു വെച്ചാൽ സിനിമയിൽ ഇതേ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടല്ലേ. നമുക്ക് ആ സിനിമ അത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും അഭിനയിക്കുന്ന സമയത്തല്ലേ. നമ്മുടെ മനസ്സിൽ തോന്നില്ല നമ്മുടെ അച്ഛനാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാണ്. പ്രൗഡ് മൂവ്മെന്റ് ഒക്കെ അപ്പൊ തോന്നുന്നു, ഒരു സ്നേഹം. സ്വന്തമായിട്ട് അച്ഛനല്ല എന്നാലും അഭിനയിക്കുന്നതാണെങ്കിലും നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ അച്ഛനുമായിട്ട്. അല്ല, സിനിമയിലെ അതെ, അതാണ് പറഞ്ഞത്. അത് ജീവിതത്തിലും അതുണ്ടായി എന്നാണ് പറഞ്ഞത്. ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അച്ഛൻ ഈ സിനിമ അഭിനയിക്കുക, ഈ സ്ക്രിപ്റ്റ് കണ്ടുകഴിയുമ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്? അച്ഛൻ നമുക്ക് പിടിക്കാം, അങ്ങനെ നല്ലൊരു ചിമ്മുവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ചിമ്മു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് പപ്പായ്ക്ക് എന്തോ പെട്ടെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്തത്. ചിമ്മുവിനെയാണ് മെയിൻ ആയിട്ട് നമ്മള് ഇതിനകത്ത് ഫോക്കസ് അച്ഛൻ കണ്ടതും അല്ലെ, അച്ഛൻ കണ്ടതും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ, പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറഞ്ഞത്. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളൊന്നും ഒരു വഴിക്ക് ഇനി മാറി ചിന്തിക്കില്ല എന്നിപ്പോ ചിന്തിച്ചോ? അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാട്ടോ പറഞ്ഞു, അങ്ങനെ പോകില്ല. അല്ല, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒത്തിരി എക്സ്പീരിയൻസുകളൊക്കെ കേട്ടപ്പം നമ്മളും ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇന്ന് ഈ സൊസൈറ്റിയിൽ ജീവിക്കാന്നുള്ളൊരു ഇതുണ്ട്. ഇനി അങ്ങനെയാണ് നമുക്ക് മറ്റൊരാളോട് പറയാനും നമുക്കൊരു എക്സ്പീരിയൻസ് ആയില്ലേ. പേരൻസ് ഒക്കെ ആയിട്ടാണെങ്കിലും അങ്ങനല്ലേ, ശരി ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്. കറക്റ്റ് ആണ് പറഞ്ഞത്. അതാണ് നമ്മള് പേരൻസിനോട് ഷെയർ ചെയ്യാം. നമ്മള് അടച്ചിട്ട റൂമിൽ കയറി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ പേരൻസിന്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. കംപ്ലീറ്റ്ലി ഫോണിൽ എപ്പോഴും എൻഗേജ്ഡ് ആകുമ്പോൾ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതൊരു അപകടമാണ്.
കുട്ടികൾക്ക് പറയാനുള്ളത് പലപ്പോഴും പേരൻസ് പണ്ടൊക്കെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. അവരവർ വന്ന് അവരവർ ആഹാരം കഴിച്ചിട്ട് പോവുക. എന്നിട്ട് ഇത് പരസ്പരം മിണ്ടുന്നത് വഴക്കുണ്ടാക്കാനാ. എന്നിട്ട് പറയും വാസ്തു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? യഥാർത്ഥത്തിലുള്ള പ്രശ്നം വാസ്തുവല്ല. യഥാർത്ഥത്തിൽ അതിനുള്ളിലുള്ളവർ തമ്മിൽ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വഴക്കുണ്ടാക്കാൻ മാത്രമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആള്. സത്യത്തിൽ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ മുഖത്തോട് നോക്കിയ ശത്രുത. ഞാൻ ചോദിക്കും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വൈകിട്ട് 1.5 മണിക്കൂർ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക, ഇരുന്നങ്ങ് സംസാരിക്കുന്നേ. ഞാൻ എന്റെ വീട്ടിൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ എല്ലാം പറയും. എന്റെ മോനൊക്കെ അവന് പ്രണയമുണ്ട്. ഇപ്പൊ കുഞ്ഞു ഭയങ്കര 2ാം ക്ലാസ്സിൽ പഠിക്കുക. എല്ലാം അത് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തോണ്ട് ഇരിക്കും. അപ്പൊ ഇത് കേൾക്കണം നീ പേരൻസ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം നല്ലൊരു അച്ഛനാണ് കേട്ടോ. ഞാൻ അന്നൊരു മകളുടെ വീഡിയോ ഇത്രയും എൻജോയ് ചെയ്ത് ഒരു കല്യാണം നടത്തിയ ഒരു അച്ഛൻ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം ഞാൻ അങ്ങനെ ഒരു അച്ഛനാണ്. ശരിക്കും താങ്കൾക്കും ഈ പിള്ളേർക്ക് ഒത്തിരി, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കൊടുക്കാൻ കഴിയും. എന്തൊക്കെ പറയുമ്പോഴും താങ്കൾ നല്ലൊരു അച്ഛനാണ്. അല്ല, നിങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതിലേക്ക് മാത്രമേ എന്റെ വ്യൂ പോയിന്റ്. ആ പോയത് കുട്ടികൾ അപ്പൊ തന്നെ ക്യാച്ച് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. അതാ ഇപ്പം ഇയാൾ പറഞ്ഞതല്ലേ, എനിക്കത് എന്റെ വീട്ടിൽ ഇനി ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഒന്ന് ഒളിച്ചു വെച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതമാണ് ആ പറഞ്ഞത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അല്ലെ? ബെന്നിയോട് എല്ലാം പറയാറുണ്ടല്ലോ അല്ലെ? ബെന്നിയോടെല്ലാം പറയാറുണ്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാനിപ്പോ സ്കൂൾ കഴിഞ്ഞ് വന്നാലും ഞാൻ പപ്പയുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ ഡേ ടു ഡേ ഞങ്ങളെല്ലാം ഷെയർ ചെയ്താണ് പോകുന്നത്. അപ്പൊ ഫോണുകൾ കുറച്ചു നേരം മാറ്റിവെക്കാൻ നമ്മളെല്ലാം തയ്യാറാണ്. കറക്റ്റ്, അങ്ങനെയല്ലേ? ഇതിൽ നിന്ന് എന്തും കുഴപ്പമില്ല, ഉറപ്പായിട്ടുള്ളേ. നമ്മുടെ ഇപ്പം ടീച്ചർ ഈ സിനിമയിൽ ടീച്ചറായിട്ട് അഭിനയം കുറെ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ നിന്നും ഹരിച്ചേട്ടൻ പറഞ്ഞതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു ഉപദേശമൊന്നും നമുക്ക് ആർക്കും കിട്ടുന്നില്ല. നമ്മളൊന്നും ജോലിച്ചു നോക്കാനൊന്നും പോകുന്നവരായിരിക്കില്ല ചിലപ്പോൾ. പോകുമ്പോഴാണ് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഈ സിനിമ അത്തരം മെസ്സേജുകൾ പറയുന്നുണ്ടെന്ന് നമുക്ക് ഈ സിനിമ അറിയാം. ഈ സിനിമയിലുള്ള മെസ്സേജുകൾ കൃത്യമായി നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഉൾപ്പെടെയുള്ള സ്വീകരിച്ചാൽ ഇതൊരു നല്ലൊരു സിനിമയിലേക്ക് തന്നെ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. നോർമലി ഒരു ചില പോയിന്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കാരണം എല്ലാം ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പൊ മോള് പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലായിരുന്നു. ചില കുടുംബത്തിലും നടക്കുന്നില്ലാവില്ല. അപ്പൊ ഈ മൂവിയിലൂടെ ഇത് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ഉള്ളിൽ അത് ഉണ്ടാകാം. ഇനി തൊട്ട് എന്റെ അച്ഛനോട് ഇതുപോലെ പറയണം, അല്ലെങ്കിൽ അച്ഛനും അതേപോലെ ചിന്തിക്കുന്നുണ്ടാവാം. ഇനി തൊട്ട് എന്റെ മോളോട് 1 മണിക്കൂർ ഫോണെല്ലാം മാറ്റി അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാം. സോ അങ്ങനത്തെ നല്ല നല്ല പോയിന്റ് നമ്മുടെ സിനിമയിലൂടെ പ്രേക്ഷകരിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പഠിക്കുകയാണെന്ന് പറഞ്ഞു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. വിവാഹം കഴിച്ചോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് പറഞ്ഞു. അവിടെ കണ്ടു പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ സ്കൂൾ ജീവിതം തുടർന്ന് ഇപ്പൊ കോളേജിലേക്ക് എത്തി. നമ്മുടെ ലൈഫ് സ്വയം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ഈ സിനിമയുടെ സബ്ജക്ട് എത്തുമ്പോൾ ചിന്തിച്ചായിരുന്നു? സ്കൂൾ പശ്ചാത്തലം ഞാൻ അനുഭവിച്ചു. പക്ഷെ എന്റെ സ്കൂൾ പശ്ചാത്തലം ഇതിലും ഭയങ്കരമായിട്ട് അടിച്ചുപൊളിയായിരുന്നു. അത്ര അടിച്ചുപൊളി ഞാൻ ഇതില് കണ്ടില്ല. ഓരോ കാറ്റഗറി വൈസ് കുഴപ്പമില്ല. ടീച്ചേഴ്സ് വൈസ് ഒക്കെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ടീച്ചറാണല്ലോ, അപ്പം കുട്ടികളുടെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ്. പക്ഷെ എന്റെ അങ്ങനെയൊന്നും ഇല്ല, എന്നുള്ള ഒരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിക്ക് തന്നെ മാറ്റമുണ്ടല്ലോ. നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസ രീതിയൊന്നും അല്ലല്ലോ. ഹരിച്ചേട്ടൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ഈ പേരൻസും നമ്മളുമായിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പകുതി സമൂഹത്തിൽ പല കാര്യങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഒരു ടീച്ചേഴ്സും കുറച്ച് ശ്രദ്ധിക്കണം. പലപ്പോഴും ഈ ചില പിള്ളേർ, ഇപ്പം ഞാൻ പണ്ട് എന്റെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഒരു അമ്മ എനിക്ക് അത്തയച്ച ടി വിയിൽ വന്നാ ഈ മോൾക്ക് പ്രേമം ഉണ്ടെന്ന് രഹസ്യമായിട്ട് ടീച്ചറോട് വിളിച്ചു പറഞ്ഞു. ഈ ടീച്ചർ പോയി പരസ്യമായിട്ട് ക്ലാസ്സിൽ പോയി ചോദിച്ചു, എന്തൊരു വിവരദോഷിയായ ടീച്ചറാണ്. അങ്ങനെ ചോദിക്കരുത്. പിന്നെ ഈ അധ്യാപകർക്ക് പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏത് വീട്ടിലെയാ, ആരാണ് എന്താണെന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സിന് അറിയാം. ഇന്നതറിയില്ല. ഇതൊരു വഴിപാട് പോലെ അവർ നടത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് ഗവൺമെന്റ് സർവീസിലും ഒരു പിഴവുണ്ടായാൽ അതിന് ശിക്ഷയുണ്ട്. ഒരു 30 പിള്ളേരെ അധ്യാപകർ പഠിപ്പിച്ചാൽ അതിലൊരു 20 പിള്ളേർ തോറ്റാലും കുറ്റം അധ്യാപകർക്കില്ല, ആ പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. അധ്യാപകരല്ലേ കുറച്ചുകൂടി ഓരോ കുട്ടികളുടെ മനോഗതി മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാനും മനസ്സിലാക്കിക്കാനും. ഈ കുട്ടി പുറത്തു വെച്ചൊരു പയ്യന്റെ കൂടെ ഒരു അത്യാവശ്യം നല്ലതല്ലാത്ത സന്ദർഭത്തിൽ കണ്ടാൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ ടീച്ചറിന് പറ്റിയില്ലെങ്കിൽ പരാജയമായി. അവിടെ അധ്യാപന മേഖലയുടെ ഒരു പരാജയമായി മാറി. പക്ഷെ നമ്മൾ പഠിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂട്ടായിരുന്നു അല്ലേ? നമ്മൾ അധ്യാപകരെ ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തൊരു സ്നേഹവും എന്തൊരു ബഹുമാനമാണ്. ഇന്നത്തെ പിള്ളേർക്ക് അതില്ല. അത് ഈ സ്കൂളുകാരും ഉണ്ടാകും. ടീച്ചർ ഫീസ് കൊടുക്കുന്ന പിള്ളേര് ബസ്സിൽ ഇരിക്കട്ടെ, അധ്യാപകർ നീറ്റ് നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വലിയ വാർത്ത വന്നതാണ്.
അത്തരം ടീച്ചർമാരും എല്ലാവരും ഇതില് ഭാഗമാണ് അല്ലെ, സമൂഹം മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഭാഗമാണ് പക്ഷെ അത് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ. അതാണ് ഈ ഇത്തരത്തിലുള്ള സിനിമയിൽ എല്ലാം എന്തുകൊണ്ടാണ് ഈ പുതുതലമുറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? ഞാനൊരു കാര്യം പറയാം. എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് കുറെ പേർക്ക് ബാറുണ്ട്. ഞാൻ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് 20നും ഒരു 35നും ഇടയ്ക്ക് പ്രായമുള്ള ആരും ബാറിൽ ചെല്ലുന്നില്ല. ചെറുപ്പക്കാർ വളരെ കുറവാണ്. കാരണം ബാറിലേക്ക് എന്താണ് ഈ ചെറുപ്പക്കാർ വരാത്തത്? അപ്പൊ മറ്റെന്തോ ഒരു തരത്തിലേക്ക് അവര് ഈ ലഹരിയിലേക്ക് അവര് പോകുന്നു എന്നുള്ളിടത്താണ് ആ പ്രശ്നം. അങ്ങനെ ഒരു വലിയ അപകടകരമായ സാഹചര്യമുണ്ട്. സർക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറിൽ പ്രായമുള്ളവർ മാത്രമാണ് ഇപ്പൊ കടന്നു വരുന്നത്, മറ്റുള്ളവർ വരുന്നില്ല. ഇത് ഇല്ല ഊതിക്കുന്നതൊക്കെ പാവം പിടിച്ച ബ്യൂറേസിൽ നിന്ന് മേടിച്ചോണ്ട് പോലെ നമ്മളെ പോലുള്ള പാവങ്ങളല്ലേ അപ്പൊ പക്ഷെ ഇതൊരു അപകടകരമായ, ഭാവിയിൽ ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. കാരണം എനിക്കറിയാം പല അമ്മമാരും അച്ഛന്മാരും സ്വന്തം മക്കളുടെ കാര്യം കുറ്റം പുറത്തു പറയാനാകാതെ വീടിനുള്ളിൽ അടച്ചിടുന്നുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, അല്ലാത്തവർക്കൊക്കെ സംസാരിക്കാൻ ആളുണ്ട്. വീടിനുള്ളിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. കാരണം അവർ വലിയ പീഡനം ഈ മക്കളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികൾ പൊതുവായി ഹോസ്റ്റൽ ജീവിതം, ഹോസ്റ്റൽ കഴിയുന്ന കുട്ടികൾ, ഇവിടെ വീടുകളാണ്, ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികളുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അല്ലെ. ഹോസ്റ്റൽ അടച്ചിട്ട വീട്ടിൽ ഭയങ്കര നിയമങ്ങൾ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ നമുക്ക് പുറത്തേക്ക് വരാം. അപ്പൊ ഒരു +2 കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് പോകണം, കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ വരുന്ന കുട്ടികളിൽ കാണുന്ന ഒരു മാറ്റം എന്തായിരിക്കും? ശരിയാണ്, ഈ സ്വാതന്ത്ര്യം ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യത്തിൽ ഈ പിള്ളേർ അച്ഛനമ്മമാരുടെ കൂടെ തന്നെ വളരണം. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ എന്റെ അച്ഛനും അമ്മ എന്നെ കൊണ്ടുവരിടത്ത് അടച്ചിട്ടു എന്നൊരു തോന്നലാണുള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് ഇവരിത് ആസ്വദിക്കുന്നത്. ഇപ്പം അങ്ങയെ സംബന്ധിച്ച് അങ്ങ് മാധ്യമ പ്രവർത്തന മേഖലയിൽ വർഷങ്ങളായിട്ട്, റിപ്പോർട്ടർ ചാനലിലൊക്കെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പൊ സിനിമാ മേഖലയിൽ വന്നിപ്പം ഗരുഡനിൽ ഒക്കെ അഭിനയിച്ചത് ഞാൻ കണ്ടു. താങ്കൾ ഇത് വല്ലാണ്ട് ആസ്വദിക്കത്തൊന്നുമില്ല. കാരണം എന്താ, ഓൾറെഡി താങ്കൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നറിയുന്ന ആൾ. പെട്ടെന്ന് ഇതിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം. ഇവർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ സംഭവമാണ്, ഞങ്ങൾ ഈ ലോകത്തെ രാജാക്കന്മാരാണെന്ന് തോന്നുകയും പെട്ടെന്ന് പോയി അപകടത്തിൽപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വളർന്നു വരുന്നവർ പെട്ടെന്ന് പോയി വല്ല പെണ്ണു വിഷയങ്ങളിലോ മറ്റുള്ള വിഷയങ്ങളിലോ സാമ്പത്തിക വിഷയങ്ങളിലോ പെടുന്നത്. കാരണം അവർക്ക് ഇതിനെ എങ്ങനെ നിലനിർത്തണം എന്നറിയില്ല. അതുപോലെയാണ് ഈ കുട്ടികൾ അടച്ചിട്ടിടത്തുനിന്ന് ഈ കുട്ടികൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അവർ ആ കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ കുട്ടികൾക്ക് നല്ലതും മോശവും പറഞ്ഞു കൊടുക്കണം. 1000 രൂപ കൊടുക്കുന്നത് തെറ്റില്ല, പക്ഷെ മോനെ നീ 1000 രൂപ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ മോള് 10ൽ പഠിക്കുന്ന കുട്ടിയാണ്, വേറൊരു ഫോണിൽ, അതായത് ഇവരുടെ ഒഫീഷ്യൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് എന്തോ പരിചയമില്ലാത്ത പിള്ളേരോട്, വേറെ ചാറ്റൊന്നും അല്ല, ചാറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വിളിച്ചു അവരെ വഴക്ക് പറഞ്ഞ് എടുത്തു വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുട്ടി അങ്ങനെ ചെയ്യരുത്, അവർക്ക് ഫോൺ കൊടുക്കണം, അവർക്ക് ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ അത് കൊടുക്കണം. പക്ഷെ അതിൽ ആരൊക്കെ ഫ്രണ്ട് വേണം, എങ്ങനെ അത് റെസ്ട്രിക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അവൾക്ക് നല്ലൊരു പാഠം നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ വേറെ ആരെങ്കിലും ഒരു ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ ഇവൾ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് അവൾ ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു ഭ്രമമാണ് അതിൽ നിന്ന്. അതുകൊണ്ട് ഫോൺ മേടിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി പഠിപ്പിക്കുന്നിടത്താണ് നല്ലൊരു പേരന്റിങ് ഉണ്ടാകുന്നത്. കറക്റ്റല്ലേ? തീർച്ചയായിട്ടും വലിയ ഉപദേശങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ സിനിമയില് നിങ്ങൾ രണ്ടും ഒരേ ക്ലാസ്സിൽ തന്നെയല്ലേ ഈ സിനിമയിൽ പഠിക്കുന്നത്? 3 പേരും അതേ ക്ലാസ്സിൽ തന്നെയല്ലേ? പല വികൃതങ്ങളും പല പ്രശ്നങ്ങളും സ്കൂളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഈ ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാ എവിടെയൊക്കെ എന്തോ വന്നിട്ടുണ്ട്. അതെ, പറയാൻ മടിയാന്ന് തോന്നുന്നു. തുറന്നു പറയൂ കുട്ടി, പാവാ. അങ്ങനെ ഇങ്ങനെ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ. നമ്മുടെ ജീവിതത്തിൽ സ്കൂളിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാണ്? അടി കിട്ടിയാണ് എന്തിനാണ്? ഞാൻ നല്ല കൊച്ചാ, എനിക്ക് അല്ലല്ല ഞാൻ പൊതുവെ അങ്ങനെ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കാറില്ല. പക്ഷെ പുറത്താണ് പുറത്ത് ഭയങ്കര പ്രശ്നമാട്ടോ. ഇങ്ങനെ വരാന്തയിലാണ് മൊത്തം. ക്ലാസ്സിൽ കയറാറില്ലേ? ക്ലാസ്സിൽ കയറും. ക്ലാസ്സിൽ അങ്ങനെ നമ്മള് ഡീസന്റ് ആയിട്ട് ഇരിക്കും. പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള രൂപമൊക്കെ ടീച്ചർമാര് തന്നെ ഞെട്ടിപ്പോയി അനുഭവം. ടീച്ചർമാര് തന്നെ അങ്ങനെയല്ല, ടീച്ചർമാര് തന്നെ. പിന്നെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കും ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്ന കുട്ടി ഇപ്പൊ ഭയങ്കരമായിട്ടും മാറി. ആ ഒരു ഫീല് പിടിക്കും, പ്രിൻസിപ്പൾ പിടിക്കും. പേടിച്ചിട്ട് അതേ നമുക്ക് ആഗ്രഹം കാണുമല്ലോ. നേരത്തെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞെല്ലാം വായിച്ചു കുഴപ്പിച്ച് ഉയർപ്പിക്കുക. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു എക്സ്പീരിയൻസ്, നമ്മള് ചെയ്തു വെച്ചിരുന്ന കുറെ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മള് ജീവിതത്തിൽ സ്കൂളിൽ. അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വന്ന മൂവ്മെന്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
സ്കൂളല്ല വേറൊരു സീനുണ്ട്, ഫുഡ് കഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കര രസമായിരുന്നു. അതും റിയൽ ലൈഫായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ എന്തായിരുന്നു കഥ? ഫുഡ് കഴിക്കുന്ന ഭയങ്കരമായിട്ട് ജീവിച്ച് നമ്മൾ അഭിനയിച്ചു, അഭിനയത്തിലൂടെ ജീവിക്കുകയാണ്. അങ്ങനെ ഫുഡിനാണോ താല്പര്യം കൂടുതൽ? അങ്ങനെയല്ല, മൊത്തത്തിൽ ഇതായിട്ട് സാമ്യം തോന്നിയിരുന്നു പറഞ്ഞാൽ നമ്മള് ലഞ്ച് ബ്രേക്കിനൊക്കെ കഴിക്കല്ലേ, ആ ഒരു ഫീല് വന്നു. ഇവരൊക്കെ ഒന്നിച്ച്. എന്താന്ന് എനിക്കും പിടികിട്ടണില്ല. എനിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്നേന്ന് ആലോചിച്ചോണ്ട് അതാണ് അവിടെ പ്രശ്നം ഉണ്ടായത് അല്ലെ? അത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ ഒരു വലിയ ഭാഗ്യമാണ് കിട്ടുക. ആദ്യമായിട്ട് സിനിമയിൽ വരുന്നു, ഓഡിഷനിൽ കിട്ടുന്നു, നല്ലൊരു ഭാഗ്യം കിട്ടുന്നു. ഇനി തുടർന്ന് സിനിമ അഭിനയം, ഇപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് ചെറിയ എക്സ്പീരിയൻസ് ആണ്, വലുതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി അഭിനയം എന്നുള്ളൊരു മോഹം തന്നെയാണോ? ഈ മൂവി ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടി ഇഷ്ടം കൂടുക ചെയ്തത്. അപ്പം ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. എങ്ങനെയാണ് പേരൻസിന്റെ ഒക്കെ സപ്പോർട്ട്? പേരൻസിന് നല്ല സപ്പോർട്ടാണ്, അവർക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പം ചേച്ചിയാണെങ്കിലും പപ്പയും മമ്മിയും വല്യമ്മച്ചി എല്ലാവരും കസിൻസ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അവർ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. സ്കൂളിലെല്ലാരും അറിഞ്ഞു ഈ സിനിമയിൽ അഭിനയിച്ച ആരെയൊക്കെ അറിഞ്ഞോ? ഇപ്പൊ പോകുമ്പോ എങ്ങനെയാണ്? കുറെ പേരൊക്കെ ചോദിക്കും എന്നാ ഇറങ്ങുന്നേ, എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ. എന്നോട് ഫ്രീ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് പറയാൻ കാരണോ? പ്രൊഡ്യൂസർ ആണല്ലോ, അപ്പൊ അതാണ് അത് ദേഷ്യം. ഫ്രീ ടിക്കറ്റ് ക്യാമറാമാന്റെ മോളുടെ അടുത്തും ചോദിക്കാറുണ്ടല്ലേ? അല്ല അതൊക്കെ നമുക്ക് കൊടുക്കണമല്ലോ, നമ്മുടെ ആദ്യത്തെ സിനിമയല്ലേ. അച്ഛൻ ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കും? ഇത്രയും പേർക്കേ അതൊരു 52, അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു 54 കാണും. പിന്നെ അങ്ങോട്ട് നൈസായിട്ട് ചാനലിൽ കൂടെ ടിക്കറ്റ് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വെച്ചു മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്ത് കറക്റ്റ്. പക്ഷെ നമുക്ക് കുട്ടികൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്, കുട്ടികളും പേരൻസും എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. പേരൻസും കുട്ടികളും ഒരുമിച്ച് കാണേണ്ട പടം, ഒരുമിച്ച് കാണുന്നത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൂടെ കൊണ്ടുവരണം. അത് കൊണ്ടുവരും, ഉറപ്പിച്ചു. അതൊക്കെ കൊണ്ടുവരും, ഒരു മാറ്റവും ഇല്ല. പൈസ മുടക്കാമെങ്കിൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. കറക്റ്റ് മനസ്സിലായ ആളാണ് മാർക്കറ്റിംഗ് അല്ലെ? ഈ പറഞ്ഞതുപോലെ ഇത്തരം ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ട്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന, നമ്മൾ വിമല സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടോ? എന്റെ ബേസിക്കലി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ അച്ഛന്റെ മോളായിട്ടുള്ള ക്യാരക്ടറാണ് അപർണ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് കണക്റ്റഡ് ആകാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്റെ സ്കൂൾ ലൈഫിലത്തെ ഫ്രണ്ട്സിനെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനത്തെ ഒക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം ക്യാരക്ടർ വൈസ്. സ്കൂളില് എന്തിനാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയാണ്? അടി കിട്ടാറുണ്ടല്ലോ സ്കൂളിൽ? സ്കൂളിലൊക്കെ ടീച്ചർ അടിക്കാറുണ്ട് എനിക്കറിയാം. റൂള് വന്നു, പിന്നെ ഏതാ ലോ എന്തോ വന്നില്ലായിരുന്നു, അപ്പൊ പിന്നെ അടിയൊക്കെ നിർത്തി. ഓ, അല്ലെങ്കിൽ കിട്ടുമായിരുന്നല്ലേ? നിയമങ്ങൾ വന്നപ്പോ അതുകൊണ്ട് ആ സമയത്ത് അടി. പക്ഷെ അടി കൊടുക്കണം എന്നാ എന്റെ അഭിപ്രായം. അല്ലല്ലേ, ഇനിയിപ്പൊ എന്റെ മക്കളെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതിയൊന്നും പോകത്തില്ല. അടി 2 കിട്ടണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്ന് അടിയില്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്, അങ്ങനെയും സ്കൂളുകളിലെ പ്രശ്നങ്ങളുണ്ട്. അല്ല, അടി കിട്ടണമെന്നേ. ഇല്ലെങ്കിൽ ഈ പിള്ളേർക്ക് ടീച്ചേഴ്സിന് ഒരു പേടി, സ്നേഹം വേണം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ അടിക്കത്തില്ലേ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയോട് നമുക്ക് അങ്ങ് വിരോധമാണോ? അച്ഛനും അമ്മയ്ക്കെതിരെ കേസിന് പോകുന്നുണ്ടോ? അത്യാവശ്യം ആ ഒരു കുറ്റം ചെയ്താൽ അതിനൊരു ഉപദ്രവവും വേണം. പിന്നെ ഈ പലപ്പോഴും പേരൻസിന് ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. എന്റെ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇടയ്ക്ക് എന്റെ വൈഫ് മോനെ വിളിക്കാൻ സ്കൂളിൽ ചെന്നപ്പം ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ആന്റി എന്നെ ഇവൻ തെണ്ടിന്ന് വിളിച്ചെന്ന് പറഞ്ഞു. പോടാ തെണ്ടിന്ന്. ഫിസാൻ എന്നാണ് ആ പയ്യന്റെ പേര്. വൈഫ് അപ്പോഴത്തേക്ക് ടീച്ചർ വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി. വൈകിട്ട് വീട്ടിൽ വന്നപ്പോ ഇവൻ ആദ്യം വന്നതിനോട് അച്ഛാ ഈ ഒരു കള്ളം പറഞ്ഞ ഒരു പയ്യൻ എന്നെ ഞാൻ തെണ്ടിന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവൻ കരയാണ്. നാളെ പോയി പ്രിൻസിപ്പലിനോട് അവൻ കംപ്ലൈന്റ് ചെയ്യും, പ്രിൻസിപ്പൾ വന്ന് എന്നെ അടിക്കി വെച്ചാൽ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കാര്യം. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞ ഫിസാന്റെ അമ്മയുടെ നമ്പർ എടുത്തിട്ട് അങ്ങ് വിളിക്കുക, വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞു. എന്റെ വൈഫ് സ്പീക്കർ ഇട്ടിട്ട് വിളിച്ചപ്പോ ആ ലേഡി ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, അയ്യോ അതിനെന്താ, അത് പിള്ളേരല്ലേ, കാര്യമില്ല. എത്ര കൂളായിട്ടാണ് അതിനെ ഡീൽ ചെയ്തത്. എന്നിട്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഈ ഫിസാന്റെ ഒരു മെസ്സേജ് എന്റെ വൈഫിന്റെ വാട്സപ്പില്, എടാ ഫഗത്തെ, നീ എന്തിനാടാ പേടിക്കുന്നേ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ, ഞാൻ നിനക്കെതിരെ പരാതി ഒന്നും പറയത്തില്ലടാ. ഇപ്പൊ എന്താണ് ഇവിടെ അടി നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ പരസ്പരം ഉള്ള ഇത് എങ്ങനെ ഒരു വിഷയത്തെ സോൾവ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് കുഞ്ഞു വിഷയം. നാളെ അവൻ പോയി സ്കൂളിൽ പരാതി പറഞ്ഞാൽ ഇവനെ എടുത്തിട്ട് അടിക്കും, ടീച്ചർ ചിലപ്പോൾ പഴക്ക് പറയും, ഇവനെ ആളുകളുടെ മുമ്പിൽ അപമാനിതനാവും. വിളിച്ചോ വിളിച്ചില്ലയോ എന്നുള്ളതല്ല, ചിലപ്പോൾ വിളിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു, ഇച്ചിരി ചട്ടപ്പിയ. അപ്പോ അത് അങ്ങനെ സോൾവ് ചെയ്യേണ്ട വിഷയത്തെ അങ്ങനെ സോൾവ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നവും ഇന്നത്തെ ഈ പുതുതലമുറ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടോ? ഇയാളാണ് പാടുന്നത്. ആരാ പാട്ട് പാട്? ഇല്ലെങ്കിൽ ഞാൻ പാടുവോ? നിങ്ങളാലും പാടിക്കോളാം. ഒരു പാട്ട് നല്ലൊരു ടീച്ചറാണ് പാട്. ടീച്ചർ പാട്ട് പാടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാടില്ല, കഥ പറയോ? ഡാൻസ് കളിക്കണമെന്ന്. മ്യൂസിക്
അപ്പൊ ആരാണ് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പാടി കേൾപ്പിക്കുക. പാടുന്ന ആള് ഒന്നിച്ച് പാടാം, ഒന്നിച്ച് ഒന്നിച്ച് ആ പാടിയാ പാടി തുടങ്ങി ഒന്നിച്ചിട്ട് എല്ലാരും പാടും. അതെ. ഏത് പാട്ട്? ഏതാ പാടണ്ടേ? ഏതാ? അവൾക്ക് പിന്നെ എല്ലാം ഇംഗ്ലീഷ് പാട്ടേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. പാട്ടാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലേ? ഗാറ്റ്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഏത് പാടും? ഏതാ? സുജേഷ് ഷെരിയുടെ ഒരു കവിതയുണ്ട്. ഓക്കെ. സുജേഷ് ഷെരി നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ വൈഫിന് വെഡിങ് ആനിവേഴ്സറിക്ക് എഴുതി കൊടുത്ത ഒരു കവിത കേട്ടോ. വീട്ടിൽ പോയി ചൊല്ലിക്കണം. വെണ്ണിലാവ് പോലും ഒന്നു കണ്ണടച്ചു പോയി, എന്റെ പെണ്ണിന്റെ പുഞ്ചിരികൾ കണ്ട മാത്രയിൽ പാറി വന്ന തെന്നലൊന്നു തങ്ങി നിന്നു പോയി, അവൾ പിന്നിയിട്ട കൂന്തലും നഴിച്ച രാത്രിയിൽ താരഗണം മറഞ്ഞു പോയി, താമരകൾ കുനിഞ്ഞു പോയി, താഴെ വീണുടഞ്ഞു പോയി നീലമേഘവും, പൂമരങ്ങൾ ഉലഞ്ഞുപോയി, പൂവിലകൾ പൊഴിഞ്ഞുപോയി, പൂമയിൽ പറന്നുപോയി നിന്റെ ശോഭയിൽ, പൂമയിൽ പറന്നുപോയി നിന്റെ ശോഭയിൽ, വെണ്ണിലാവ് പോലും ഒന്നു കണ്ണടച്ചു പോയി, എന്റെ പെണ്ണിന്റെ പുഞ്ചിരികൾ കണ്ട മാത്രയിൽ.